കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഇവിടെ നമ്മുടെ ഒരു സാധാരണ പ്രവർത്തകരെ പോലെ എല്ലാ ജില്ലകളിലും എന്തിന് നിയോജക മണ്ഡലം പോലും പ്രചരണം നടത്തുന്ന വളരെ അഭിമാനപൂർവ്വം AICCക്ക് പറയാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ട് ലീഡർഷിപ്പ് കൊടുക്കുന്ന AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദൈബ ദാസ് മുൻഷി, രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, MLAമാർ, MP മാർ, മറ്റു ബഹുമാന്യരായിട്ടുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, വലിയൊരു വിജയത്തിന് ശേഷമാണ് വീണ്ടും സപ്തയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. KPCC കോർ കമ്മിറ്റിയിൽ നമ്മുടെ ഈ 2 ദിവസത്തെ പരിപാടി എവിടെ നടത്തണം എന്ന ആലോചന വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഐശ്വര്യമുള്ള സ്ഥലമാണ് സപ്ത, അതുകൊണ്ട് ഇവിടെ നടത്തുന്നതാണ് നല്ലത് എന്ന് പറയുകയുണ്ടായി. കാരണം ഇതിനു മുൻപ് നടത്തിയ 2 യോഗങ്ങൾ വളരെ പോയിൻറ്റഡ് ആയിട്ടുള്ള തദ്ദേശഭരണ തിരഞ്ഞെടുപ്പുകളിലേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും ഒരു പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിൻ്റെ വളരെ സുചിന്തിതമായ ചർച്ചകളും തീരുമാനങ്ങളും എടുക്കാൻ കഴിഞ്ഞിരുന്ന 2 ക്യാമ്പുകൾ നടത്തി. അതിൻ്റെ വിജയം 2024 പാർലമെൻറ്റിലും 2025 തദ്ദേശഭരണ തിരഞ്ഞെടുപ്പുകളിൽ നമുക്കുണ്ടായി. KPCC പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. 2010 ശ്രീ രമേശ് ചെന്നിത്തല പ്രസിഡന്റായിരുന്നപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് തദ്ദേശഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ മുൻകൈയുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത്. അന്ന് നമ്മൾ ഉജ്ജ്വലമായി മുന്നേറി. അതിനുശേഷം 15 വർഷത്തിന് ശേഷം കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ വിജയം നേടിയെടുക്കാൻ ഒരിക്കലും കോൺഗ്രസ് ജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കോട്ടകൊത്തളങ്ങളും ഇടിച്ചു നിരപ്പാക്കാനും നമുക്ക് കഴിഞ്ഞത് ഏറ്റവും അഭിമാനകരമാണ്. KPCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പാർട്ടിക്ക് വേണ്ടി AICCക്ക് വേണ്ടിയിട്ടും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകന്മാർ എല്ലാം മറന്ന് എല്ലാം വിട്ടു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് ഈ നാടിനും പാർട്ടിക്കും അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ പരിണിത ഫലമാണ്. ആ പ്രവർത്തകരെയെല്ലാം അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ സല്യൂട്ട് ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ജനങ്ങളും അവരില്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ നൽകിയ പിന്തുണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് പോലും നിങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനം നൽകിയൊരു പിന്തുണയുണ്ട്. ആ പിന്തുണയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് നമുക്കറിയാം. ആ ജനത്തിൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. സമാനതകളില്ലാത്ത 2ാം ഭരണം സമ്മാനിച്ചതിൻ്റെ ദുരനുഭവങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുപോയ ഒരു സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്ത് പോലും നിങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനം നമ്മളെ തിരഞ്ഞെടുത്തു. ആ ജനത്തിൻ്റെ പ്രതീക്ഷകൾ പൂവണിയുക, അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾക്കത്ത് ഉയരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തം എന്തായിരുന്നു, അല്ലെങ്കിൽ 2020 തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തം എന്തായിരുന്നു, 15 തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തം എന്തായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് കേന്ദ്രത്തിൽ ഭരണമില്ല. 10 വർഷമായിട്ട് നമുക്ക് കേരളത്തിൽ ഭരണമില്ല. കേന്ദ്രത്തിൽ ഭരണമില്ലാത്തൊരു പാർട്ടി, കേരളത്തിൽ ഭരണമില്ലാത്തൊരു പാർട്ടി 10 വർഷമായിട്ട്, രണ്ടിടത്തും 10 വർഷത്തിൽ കൂടുതലായിട്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുള്ള കാലം.
ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ടുള്ളൊരു വലിയ വിശേഷണം കേരളത്തിൻ്റെ ചരിത്രത്തിലെ സത്യത്തിലെ രണ്ട് ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടേണ്ട അവസ്ഥ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. BJPയും CPMഉം, CPMഉം BJPയും, ഈ രണ്ട് പാർട്ടികൾ അവരുടെ പ്രധാന ശത്രുക്കളായി ഒരു പാർട്ടിയെ കാണുന്ന CPMഉം BJPയും രണ്ടുപേരുടെയും പ്രധാന ശത്രുക്കളായിട്ട് അവർ കാണുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി. എല്ലാവരുടെയും മനസ്സിനകത്ത് ആശങ്കയുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കൂടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഇവർ രണ്ടുപേരും നിന്നാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ചോദ്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്നുള്ള ഏറ്റവും ശക്തമായ മറുപടി ഈ വൻ വിജയത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പാർട്ടി പ്രവർത്തകന്റെ കരുത്ത് അത് മഞ്ചേശ്വരത്തായാലും പാറശാലയിലായാലും BJPയും CPMഉം ഒത്തുകൂടിയാലും അതിനെ നേരിടാനുള്ള ആർജവം തനിക്കുണ്ട്, തങ്ങളുടെ പാർട്ടിക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോട് നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന്റെ കരുത്തുണ്ടല്ലോ, ആ കരുത്ത് സമ്മാനിച്ച വിജയം കൂടിയാണ് ഈ വിജയം എന്ന് അടിവരയിട്ട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിജയം നമ്മളെ കൂടുതൽ വിനീതരാക്കുകയാണ് വേണ്ടത്. വിജയിപ്പിച്ചത് ജനങ്ങളായതുകൊണ്ട്, ജനങ്ങളാണ് ജനാധിപത്യത്തിന് യജമാനന്മാർ എന്നുള്ളതുകൊണ്ട് ആ യജമാനന്മാരുടെ മുന്നിൽ വിനീതരായി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം കുറച്ചുകൂടി കർക്കശമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വരുന്ന 4 മാസക്കാലത്തേക്ക്. ആ 4 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ ഇങ്ങനെ വാട്സപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കമ്മ്യൂണിക്കേഷൻ വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമാണ്. മാധ്യമങ്ങൾക്ക് വാർത്തകൾ വേണം എപ്പോഴും. മാധ്യമങ്ങൾ തമ്മിലും നല്ല മത്സരമുള്ള കാലമാണ്. വാർത്തയില്ലാതെ ഒരു മാധ്യമത്തിനും നിൽക്കാൻ പറ്റില്ല, എല്ലാവർക്കും വാർത്ത വേണം. തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാകരയും കൂടിയാണ്, ചാകരക്കാലമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് 3-4 പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സെൻ്ററുകൾ പറഞ്ഞു, ഇവിടെ ഈ 2 ദിവസക്കാലം, കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകൾ വിഫലം വന്നത്. നമ്മുടെ വിജയം അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തിരിക്കുകയാണ്. BJPയും ധരിച്ചതെന്താണ്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നരേന്ദ്രമോദി 5 ട്വീറ്റാണ് കേരളത്തിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ചെയ്തത്. 5 ട്വീറ്റ്, 1, 2 മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഇങ്ങനെ മാറി ട്വീറ്റ്. അത് കഴിഞ്ഞ് അവരുടെ പാർട്ടി പ്രസിഡന്റ് നഡ്ഡ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, എല്ലാ കേന്ദ്രമന്ത്രിമാരും ഒറ്റയടിക്ക് കേരളമെന്തോ BJP പിടിച്ചെടുത്തു എന്നുള്ള ഫീലിംഗ് നമ്മൾ നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ വിളിച്ചു. എന്താ കേരളത്തിൽ BJPക്ക് ഇത്രയും വിജയം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതുള്ളത് പിന്നീട് എല്ലാവർക്കും മനസ്സിലാക്കി. വോട്ട് പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ കാലത്തെയും കുറഞ്ഞ വോട്ട് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ BJPയും വൻ പ്രതീക്ഷയോടെ വന്ന് തോറ്റ BJPക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു. ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല, അവർ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുൻപും അവർക്ക് MLA ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനിൽ അതിനടുത്ത് തന്നെ 10-40ഓളം സീറ്റുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ 5-10 സീറ്റ് അധികം കൂടിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അവരും നിരാശയിലാണ്. UDFന്റെ വൻ മുന്നേറ്റത്തിൽ CPMനോടൊപ്പം BJPയും നിരാശരാണ്. അപ്പോൾ ആ രണ്ടുപേരുടെയും രാഷ്ട്രീയ പരീക്ഷണശാലകളിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ഈ അഭൂതപൂർവമായ വിജയത്തെ
അതിജീവിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നമ്മളെ തോൽപ്പിക്കണമെങ്കിൽ ചില പുതിയ കരുക്കൾ വേണം. അതുകൊണ്ട് അത് പിന്നീട് തുടങ്ങിയതാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ തുടങ്ങിയതാണ്. ഈ 2 ദിവസം നടക്കുന്ന ഈ ക്യാമ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ വരാൻ വേണ്ടി പോകുന്ന കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നൊരു ക്യാമ്പായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അവരെ രണ്ടുപേരും ആഗ്രഹിക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഇവിടെ നിന്ന് കിട്ടും. കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടിപ്പിക്കണം. അതിനെങ്ങനെയാണ് സാധിക്കുക? 2 പാർട്ടികളുടെയും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ആശസ്സോടുകൂടി അതിനുള്ള പരിശ്രമങ്ങളാണ് ഇന്നും നാളെ ഇവിടെ ഉണ്ടാകുമ്പോൾ, വരും ദിവസങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അവര് പറയാണ് കോൺഗ്രസിന് ഒരുപാട് പേര് മുഖ്യമന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസിൽ ഒരുപാട് പേര് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മത്സരിക്കുന്ന ആളുകളെ കുറിച്ച് ചർച്ച, എംപിമാർ മത്സരിക്കുമോ, മത്സരിക്കുന്നുണ്ടോ, തുടങ്ങിയിട്ടുണ്ട് ഇത്തരം ചർച്ചകൾ. ഇത്തരം ചർച്ചകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഉറവിടം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം കോൺഗ്രസ് അല്ല. ഇതിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിദയനീയമായി പരാജയപ്പെട്ട ഇടതുപക്ഷ മുന്നണി പരാജയത്തിന്റെ പടുകുടിയിൽ വീണ് കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഏക കച്ചിത്തുരുമ്പ് നമ്മളെ ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നതയും പ്രയാസവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ പരീക്ഷണം. പിണറായി വിജയനോടും BJP നേതാക്കന്മാരോടും പറയാനുള്ളത്, ആ കട്ടില് കണ്ട് പനിക്കണ്ട എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് നാളെ നിന്ന് പിരിഞ്ഞു പോകുന്ന എഴുതി വെച്ചോ. ഇവിടെ നിന്ന് ഈ യോഗം കഴിഞ്ഞ് നാളെ പിരിഞ്ഞു പോകുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കെട്ടുറപ്പുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആയിരിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം ഞങ്ങള് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നവരാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം. പക്ഷെ ഞങ്ങള് ഇപ്പോഴത്തെ കാലത്തിന്റെ ചുവരെഴുത്ത് കൃത്യമായി തിരിച്ചറിയുന്നു. 10 കൊല്ലക്കാലം കൊണ്ട് കേരളത്തെ ദുരിതപൂർണമാക്കി മാറ്റിയ കേരള ഭരണം എന്ന് പറയുന്നത് തങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന് കരുതി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ അതേ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള, അവരുടെ പ്രദേശങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ചുവരെഴുത്താണ് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചുവരെഴുത്ത് വായിച്ചു. ചിലവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പുറം പിണറായി വിജയനെ പോലുള്ളൊരു ശക്തനായ നേതാവ് ഇരിക്കുകയല്ലേ. പിണറായി വിജയൻ അപ്പുറത്തെ ശക്തനാണെങ്കിൽ പിണറായി വിജയനെ പോലുള്ളപ്പോൾ ശക്തമുള്ള 10 നേതാക്കന്മാർ ഇപ്പോഴത്തെ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയിട്ടാണോ ഇലക്ഷൻ നടത്തിയത്? ആണോ? പിണറായി മുഖ്യമന്ത്രിയായ ഇലക്ഷനാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയിട്ടാണോ ഇലക്ഷൻ നടത്തിച്ചത്? അല്ല. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് അധികാരം സർവസ്വവും പിടിച്ചെടുത്ത് ആ അധികാരത്തിന്റെ സർവസ്വവും പാർട്ടിയിൽ അടിച്ചേൽപ്പിച്ച് ആ അടിച്ചേൽപ്പിക്കപ്പെട്ട പാർട്ടിയെ ചോദ്യം ചെയ്യാൻ ഒരാളെയും അനുവദിക്കാതെ പിന്നീട് സ്വയം പ്രഖ്യാപിതനായിട്ടുള്ള നേതാവായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം കണ്ട യാഥാർത്ഥ്യം. അത് വെച്ച് UDF കമ്പയർ ചെയ്യണ്ട, കോൺഗ്രസിനെ കമ്പയർ ചെയ്യണ്ട. നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് പോരാടുക തന്നെ ചെയ്യും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷ്യം വളരെ വിപുലമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാത്ര മുന്നോട്ട്. എനിക്കതുകൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ ക്രീമായ ലീഡേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ ക്രീമായ ലീഡേഴ്സിന്റെ മുന്നിൽ പറയാറുള്ളത്, ഈ വരുന്ന 4 മാസക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, വാർത്തകളുടെ കാലഘട്ടം, കമ്മ്യൂണിക്കേഷൻ വിസ്ഫോടനങ്ങളുടെ കാലഘട്ടം. മാധ്യമങ്ങൾ വരും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അവരുടെ ജോലിയാണത്. അവർക്ക് വാർത്തകൾ വേണം. അപ്പോൾ ആ വാർത്തകൾക്ക് വേണ്ടി അവർ വരുമ്പോൾ കൊടുക്കുന്ന വാർത്തകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് പാർട്ടികളുടെയും പരീക്ഷണശാലകളിൽ ഉരുത്തിരിയുന്ന അവർക്ക് ജയിക്കാൻ വേണ്ടി, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഏതോ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുന്നതായിരിക്കരുത്. രണ്ട്, നമ്മുടെ ബൂത്തിലെ സാധാരണ പ്രവർത്തകൻ തല്ലും കുത്തും അടിയും കിട്ടിയിട്ട് നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന പ്രവർത്തകൻ ചായക്കടയിൽ ഇരിക്കുമ്പോൾ അവൻ നിരാശപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കരുത്. നമ്മൾ ഇവിടെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് ആ പ്രതിജ്ഞയുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാം, ബൂത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, നമുക്കാർക്കും കോൺഗ്രസിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. ഞാൻ ജയിച്ചാൽ എല്ലാം മതി, ഞാൻ ജയിച്ചില്ലെങ്കിൽ ഒന്നും വേണ്ട. ഇത് കോൺഗ്രസിന്റെ സിസ്റ്റമല്ല. നമ്മൾ ജയിക്കും, നമ്മൾ നിൽക്കും എന്നുള്ളത്. മറ്റു പാർട്ടികൾ അത് സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട അത്തരം ശബ്ദം വന്നാൽ ഈ ഹാളിൽ നിൽക്കുന്നവരെല്ലാവരും കൂടി തീരുമാനിക്കണം ഒറ്റക്കെട്ടായിട്ട്. പൊതുചിന്താഗതികൾക്കെതിരായിട്ട് ഒറ്റപ്പെട്ടവർ എവിടെയെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നെങ്കിൽ ആ ശബ്ദത്തെ അവഗണിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അത്തരക്കാർക്ക് കോൺഗ്രസിൽ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇല്ലാത്ത പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. 4 മാസക്കാലത്തേക്ക് ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത. ഒരു കാരണവശാലും രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്ന ഒരു വരികളിലേക്കും നമുക്ക് പോകും. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആർക്കും ആഗ്രഹം തെറ്റൊന്നുമില്ല. പാർട്ടിയിൽ 10, 30, 40 കൊല്ലം അല്ലെങ്കിൽ 10, 15 കൊല്ലം പ്രവർത്തിച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമല്ലേ? അതിലെന്താ തെറ്റ്? പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടിയുടേതായ മാർഗരേഖകളുണ്ട്. ആ സ്ഥാനാർത്ഥികൾ വരും. ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ ഉണ്ടാക്കാനാണ് നമ്മൾ തീരുമാനം. സ്ക്രീനിങ് കമ്മിറ്റി 4 മാസം മുമ്പ് തന്നെ ഇന്നലെ സ്ക്രീനിങ് കമ്മിറ്റി, കേരളത്തിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരവരുടെ പ്രവർത്തനങ്ങൾ വളരെ സ്ഥിതിഗതിയിലാക്കും. ജനറൽ സെക്രട്ടറിയും അവരുടെ ടീമും അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഷെഡ്യൂൾ തയ്യാറാക്കും. ആ ഷെഡ്യൂള് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു സംശയവും വേണ്ട, നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. വിജയം, അതായത് 100 സീറ്റിലധികം ജയിക്കുക എന്നുള്ള ഓരോ ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ഓപ്ഷനത്തിൽ നിന്ന് വിജയ സാധ്യതയായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കും വേണ്ട. ഓരോ നിയോജക മണ്ഡലത്തിലും ആർക്കാണോ ജയത്തിന് സാധ്യതയുള്ളത് അത് നോക്കിക്കൊണ്ടുള്ള മാനദണ്ഡം. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാർക്ക്. അവർക്ക് കോവിഡ് ആയിരുന്നു, സമയം കിട്ടിയില്ല, മറ്റ് അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട്. ഈ പ്രാവശ്യം അത് സംശയമൊന്നുമില്ല. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് എന്തായിരുന്നു? നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പിച്ച് സീറ്റ് കൊടുത്താൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. യുവത്വത്തെ, ജൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ തലമുറയുടെ യഥാർത്ഥ റിഫ്ലക്ഷൻ കണ്ട ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പാർട്ടി ഉൾക്കൊള്ളും, എല്ലാ കാലത്തും ഉൾക്കൊള്ളും. നമ്മൾ ഏത് പാർട്ടിയേക്കാളും അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ചെറുപ്പക്കാർ, വനിതകൾ എല്ലാവരും നമ്മളുണ്ടാവും, ബ്ലെൻഡായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ആ തീരുമാനം വരുന്നത് വരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാകും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നമ്മൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കാത്തിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക. എന്ത് ചർച്ചകളും നേതൃത്വമായിട്ട് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്, നേതാക്കന്മാരോട് ആവശ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ എല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. പക്ഷെ പരസ്യമായിട്ടുള്ള ഒരു വേദിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ കൊണ്ടുപോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്.
ഞാൻ വളരെ ദീർഘമായി മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ഞാൻ പറഞ്ഞില്ല, പ്രസംഗം അധികൻ്റെ ചർച്ചയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമായി നടക്കുന്ന SIRൻ്റെ എക്സസൈസ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ എത്ര പേർ ഇപ്പം ഇവിടെ കുറേ പേർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്, എത്ര പേർ ചുമതലപ്പെട്ടിട്ടുണ്ട്? ഈ ഹാളിലിരിക്കുന്നവരെല്ലാം KPCC ഭാരവാഹികളും DCC പ്രസിഡന്റുമാരും ഒക്കെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നന്നായി പ്രവർത്തിച്ച DCC പ്രസിഡന്റുമാരുണ്ട്. അവരെല്ലാവരും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. നമ്മൾ ഇനിയുള്ള 4 മാസം നമുക്ക് കൃത്യമായിട്ടും ജോലിയുള്ള കാലമാണ്. ഭാരവാഹിത്വം എന്ന് പറയുന്നത് നമുക്ക് പാർട്ടി തരുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് എന്ന് മനസ്സിലാക്കി ആ പാർട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ള അവസരമായ തിരഞ്ഞെടുപ്പിൽ ഈ 4 മാസം നമ്മൾ 24/7 ആയിട്ട് വേറെ ഒരു ഷെഡ്യൂളും ചെയ്യാതെ പ്രവർത്തനങ്ങൾ, ഈ 4 മാസത്തെയും പ്രവർത്തനം, KPCC ഭാരവാഹികളുടെ പ്രവർത്തനം, DCC പ്രസിഡന്റുമാരുടെ പ്രവർത്തനം, പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തനം, എല്ലാ നേതാക്കന്മാരുടെ പ്രവർത്തനം തീർച്ചയായിട്ടും അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നുള്ള കാര്യം ഞാൻ വിനയപൂർവ്വം പറയുകയാണ്. അതിനകത്ത് ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ ഒരു അസൈൻമെൻറ്റ് കൊടുത്താൽ അവിടെ പോകാൻ പറ്റിയില്ല, ഇവിടെ പോകാൻ പറ്റില്ല. ആ എക്സ്ക്യൂസുകൾക്ക് ഇനി 4 മാസത്തേക്ക് അവധിയില്ല. ഒരു എക്സ്ക്യൂസിനും 4 മാസത്തേക്ക് അവധിയില്ല. ഈ 4 മാസം കഠിനമായിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. പിണറായി വിജയൻ സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു, നരേന്ദ്രമോദി ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന മൻരേഗ അമെൻമെൻറ്റ് ബില്ല്, BG ബില്ല്, ഇന്നലെ ദേശവ്യാപകമായിട്ടുള്ളൊരു പ്രക്ഷോഭം കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ബില്ലിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബില്ലെന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്ത മുഴുവൻ കെടുത്തുന്നതാണ്. 3-4 ഫീച്ചേഴ്സ് നമ്മൾ താഴെത്തട്ടിൽ എത്ര പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുക എന്ന് പറഞ്ഞ മഹാപാതകം അവർ ചെയ്തു. അത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വികാരപരമാണ്. ആ വികാരപരം മാത്രമല്ല, മഹാത്മാഗാന്ധി പ്രതിദാനം ചെയ്യുന്ന ഗ്രാമസ്വരാജിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള സങ്കല്പത്തെ അത് പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ നോക്കിയറിയാം, സെൻട്രൽ ഷെയർ കൂലിയിൽ 100% ഇപ്പോൾ 60% മാറി. കേരളം പോലും 2000 കോടി രൂപ അധികം കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. 2000 കോടി രൂപ അധികം കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് അത് 6000-7000 കോടി രൂപ വരെയാണ്. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഡീസെൻട്രലൈസേഷൻ ആക്കി എന്ന് പറഞ്ഞ ആശയത്തെ തകർത്ത് സെൻട്രലൈസേഷൻ ആക്കിയിരിക്കുകയാണ്. ഒരു പഞ്ചായത്തിൽ ഈ പദ്ധതി വേണോ വേണ്ടയോ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം, വേണ്ടി വന്നാൽ ഒരു സ്റ്റേറ്റിൽ ഈ പദ്ധതി വേണമോ വേണ്ടയോ എന്നുള്ള ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ബില്ല് മുഖാന്തരം കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോ വെള്ളമുണ്ട പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വേണ്ട എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചാൽ അവിടുത്തെ തൊഴിലാളിക്ക് തൊഴിൽ കിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നത് ഡിമാൻഡ് അനുസരിച്ചായിരുന്നു, ഇപ്പൊ ബജറ്റ് ഓറിയന്റഡ് ആയി. ആവശ്യപ്പെട്ട ജോലിയായിരുന്നു, ആ സാഹചര്യം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഫലത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പരിപാടിയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതിന് ഗ്രാമങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഉണ്ടാകേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ വ്യാപകമായി അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ പരിപാടികളുമായിട്ട് അത് കേരളത്തിലും അതിൻ്റെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. ജനാധിപത്യത്തെ തകർക്കുന്ന മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാലെയും പോലുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരായിട്ടുള്ളവരുടെ എല്ലാ ബിംബങ്ങളെയും തകർക്കുന്ന ഈ തീരുമാനത്തിനെതിരായിട്ടുള്ള നമ്മുടെ നിലപാടുണ്ടാകേണ്ടതായിട്ടുണ്ട്. വോട്ട് ചോരിക്കെതിരായിട്ടുള്ള പോരാട്ടം പാർലമെന്റിൽ അതും ഏറ്റവും ശക്തമായിട്ടുള്ള ചർച്ചയായിരുന്നതാണ്. SIR അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നതാണ്. SIRലേക്ക് നമ്മൾ മുന്നോട്ട്, ഇവിടെ ഒരു നിർദ്ദേശം, എൻ്റെ നിർദ്ദേശമാണ്, ഈ കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. KPCC പ്രസിഡന്റും കൂടി ആലോചിക്കുക, നേതാക്കന്മാർ. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന വിജയം വൻ വിജയമാണ്. ഇനി അടുത്ത 4 മാസക്കാലത്തേക്ക് മണ്ഡലം ബൂത്ത് കമ്മിറ്റികളോടും പ്രവർത്തകരോടൊപ്പം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ജയിച്ച പഞ്ചായത്ത് മെമ്പർമാരും മത്സരിച്ച പഞ്ചായത്തിലെ വാർഡിലെ സ്ഥാനാർത്ഥികൾക്കും ഏൽപ്പിച്ചു കൊടുക്കണം. സ്വന്തം വാർഡിൽ 100 വോട്ടെങ്കിലും വർദ്ധിപ്പിക്കുക എന്ന ടാർഗറ്റ് അവർക്ക് ഇട്ടുകൊടുക്കണം. ഇപ്പോൾ പ്രതീക്ഷയോടെ ജനങ്ങളും അവരെ കാണുകയാണ്. ജയിച്ചവരെ കൂടുതലായിട്ടും, ചിലയിടത്ത് തോറ്റതൊക്കെ ചെറിയ വോട്ടിനാണ് തോറ്റത്, നന്നായിട്ട് പ്രകടനം നടത്തി തോറ്റവരുണ്ട്. അപ്പം നമുക്കൊരു വാർഡിൽ ഒരാളെ കിട്ടുകയാണ്, അവരെ ഏൽപ്പിക്കണം.
മറ്റുള്ളവരോടൊപ്പം, ബൂത്ത് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, പ്രവർത്തകരോടൊപ്പം. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അത്തരം പ്രവർത്തനങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ പാർട്ടിയുടെ, അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ പരിശോധിക്കും ഏത് വാർഡിലൊക്കെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇല്ലയോ എന്നുള്ളത് പരിശോധിപ്പിക്കും. അത് പരിശോധിച്ച് അങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കുന്ന മാതൃകാപരമായി നല്ല പ്രവർത്തനം നടത്തുന്ന വാർഡ് മെമ്പർമാരും വാർഡിലെ നല്ല സ്ഥാനാർത്ഥികൾക്കും AICCയുടെ വകയായിട്ട് പാരിതോഷികം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, മത്സര സ്ഥാനാർത്ഥികൾ അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തണം. കേരളം മൂന്നാം പിണറായി ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ ആരും പറയുന്നില്ല. ഇടയ്ക്ക് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് തന്നെ പറയാൻ നാണമാണ് അങ്ങനെ പറയാൻ. കാരണം കേരളത്തിലെ ജനങ്ങള് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, നിങ്ങൾ ഈ മൂന്നാം പിണറായി എന്നൊക്കെ പറഞ്ഞപ്പോ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാ പറയുന്നത് വളരെ അവരുടെ കയ്യിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ആയുധം ഉപയോഗിച്ച് കാണിച്ചതിലുണ്ട്. അപ്പോൾ സാമാന്യമായ ഭാഷയിൽ മിസ്റ്റർ പിണറായി ഇനി ഇത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് നമ്മളിവിടെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവർ നിർത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ, പിന്നെ BJPയെ എവിടെയൊക്കെ സൂചിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു സണ്ണി ജോസഫ്. കോഴിക്കോടും തിരുവനന്തപുരത്തും 2 കോർപ്പറേഷനുകൾ ഏറ്റവും കെ മുരളീധരൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു വാർഡിൽ 12,000 വോട്ട്, മറ്റൊരു വാർഡിൽ 3,500 വോട്ട്. കോഴിക്കോട് BJPക്ക് സീറ്റ് കൊടുത്തതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല, സാക്ഷാൽ പിണറായി വിജയൻ അവകാശപ്പെട്ടതാണ്. ആ വാർഡ് അങ്ങനെ വിഭജിച്ച് വോട്ട് കൂടാതെ BJPക്ക് എങ്ങനെ വാർഡ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തിക്കൊടുത്ത ആളാണ് പിണറായി വിജയൻ കോഴിക്കോട്. ഞാൻ കോഴിക്കോട് പ്രത്യേകിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കോഴിക്കോട് DCCM പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കണം. അവരുടെ ടീം വർക്കിനെ, അവിടുത്തെ ആ ഒരു നല്ല വിജയം നേടിയെടുക്കുന്നതിന് അവർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് ജയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം അപ്പൊ പിണറായി വിജയൻ അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ടതില്ല. അണിയറയിൽ എന്തൊക്കെയോ ചർച്ചകളുണ്ട്. പക്ഷെ മനസ്സിലാക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞു, 2 പേർക്കും ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അങ്ങനെ 2 പേർക്കും ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ആ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ തോൽക്കുകയില്ല എന്ന് തെളിയിച്ച് തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം ജനം വിഡ്ഢികളല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അവരാഗ്രഹിക്കുന്നു BJPയുമായിട്ട് അവിഹിത കൂട്ടുകെട്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പം PM ശ്രീയിൽ കണ്ടത്, ലേബർ കോഡിൽ കണ്ടത്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ചയിൽ നമ്മൾ കണ്ടത് നിങ്ങൾ കണ്ടില്ലേ? ഓരോ ദിവസവും കിട്ടുന്ന വാർത്തകൾ എന്തായിരുന്നു? ഓരോ ദിവസം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ഏത് ജില്ലയിലാണ് ദേശീയപാത തകരാത്തത്? കേരളം കണ്ട ഏറ്റവും ഭീകരമായ അഴിമതിയായിട്ടൊന്നും മാറിയില്ലേ? നമ്മളെല്ലാം റോഡിന് വേണ്ടിയിട്ടായിരുന്നു, സുരക്ഷിതമായ റോഡിന് വേണ്ടിയിട്ട്, നല്ല റോഡിന് വേണ്ടിയിട്ട്. പക്ഷെ ആ റോഡിനെ പണം സമ്പാദിക്കാനുള്ള മാർഗമാക്കി നിങ്ങൾ മാറ്റുമ്പോൾ 2 പേരും തമ്മിലുള്ള കള്ളക്കച്ചവടത്തെ പരസ്പരം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോ ഈ എല്ലാ പദ്ധതികളിലും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ വൃത്തി കാണിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ വിശുദ്ധ ബന്ധവും കൂട്ടുകെട്ടും തുടരുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കിക്കോളൂ. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നത് ഈ കൂട്ടുകെട്ട് 2 പാർട്ടിയുടെയും അണികളെ അവരെ ഇഷ്ടപ്പെടുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവർ 2 പേരെയും ചതിക്കുകയാണ് നേതൃത്വം ചെയ്യുന്നത്. കുറച്ചു പേരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, നേതാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ 2 പാർട്ടിയുടെയും അണികളെ ബലിയാടാക്കിക്കൊണ്ടുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ കണ്ടതെങ്കിൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരീക്ഷിക്കാതിരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചറിയുന്നുണ്ട്. ഈ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ജനാധിപത്യ മതേതര ജനപക്ഷ നിലപാടുകളിൽ 1% പോലും വെള്ളം ചേർക്കാൻ എന്ത് സാഹചര്യം ഉണ്ടായാലും ഈ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന പാർട്ടിയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആ നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. വെറും ഒരു സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം മാത്രമല്ല, കേരളം കാത്തിരിക്കുന്ന ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ട്. കേരളം കാത്തിരിക്കുന്ന ഒരുപാട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്.
കേരളം ഇങ്ങനെ പോയാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ചെറുപ്പക്കാരില്ലാത്ത നാടായി മാറുമോ എന്നുള്ള ഭയം മുൻകുന്ന സമൂഹവും യുവതലമുറയും കേരളത്തിലുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള മാനിഫെസ്റ്റോ, അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനങ്ങൾ, ഇതെല്ലാം വരും ദിവസങ്ങളിൽ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. അവരെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി ഈ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കുന്നു. ഈ ക്യാമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം കൊണ്ടും കൃത്യമായ സന്ദേശം എത്തേണ്ടടുത്ത് എത്തക്ക രീതിയിൽ ഇന്നും നാളെയും നിൽക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അവസാനമായി, ഈ ക്യാമ്പിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങളെല്ലാം അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരഭിപ്രായം പറഞ്ഞാലും വ്യക്തിപരമായ തർക്കങ്ങൾ, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ, അതുമായിട്ട് ഈ 2 ദിവസത്തെ ചർച്ചയ്ക്ക് ആരും വരേണ്ടതില്ല എന്നുള്ള കാര്യം ഞാനിവിടെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അത്തരം ചർച്ചകൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഒറ്റ ചർച്ച 2026 UDFിന്റെ പരമാവധി സീറ്റുകളിൽ എത്തിക്കാനുള്ള എന്തൊക്കെ തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കണമെന്ന ഒറ്റ ചർച്ചയായിരിക്കും ഈ 2 ദിവസവും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ ചർച്ചകൾ നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മാത്രം. ബാക്കി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പരാതികളുണ്ടെങ്കിൽ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്. നിങ്ങൾക്ക് എഴുതി കൊടുക്കാം, പരിഹാര മാർഗങ്ങൾ തേടാം. ഈ ചർച്ച പോസിറ്റീവായിട്ട് ലക്ഷ്യത്തിലേക്ക്, കേരള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു UDF ഭരണത്തിലേക്കുള്ള ഒരു വലിയ തയ്യാറെടുപ്പിന് വേണ്ടി ഇന്നും നാളെയും കോൺഗ്രസ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മെസ്സേജ് നൽകുന്ന ചർച്ചയായിട്ട് മാറണം എന്ന് വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.